കൃഷ്ണ ഗുരുവായൂരപ്പ. ചിങ്ങം രാശിയുടെ പുതുവർഷ ഫലം 2025 പറയാൻ പോകുന്നത്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യത്തെ പാദം ഇവയാണ്. ഇപ്പോൾ സമയം മോശമാണ്. അതായത് വ്യാഴം 10-ലും കണ്ടകശനിയും കൂടി ചേർന്ന സമയമാണ്. അത്ര നല്ല സമയമൊന്നുമല്ല. വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒരു ദോഷഫലമുണ്ട്. എന്നാൽ ഇത് 2025 മെയ് വരെ നിലനിൽക്കും. അതിനുശേഷം വ്യാഴം 11-ാം ഭാവത്തിലേക്ക് മാറും. വ്യാഴം 11-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ധനപരമായിട്ടും മാനസികമായിട്ടും എല്ലാം ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരും. അതുപോലെ തന്നെ നമ്മൾക്കൊരു ദൈവാധീനം ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ളപ്പോൾ ദൈവാധീനം എല്ലാ കാര്യത്തിലും പ്രകടമായി നിലനിൽക്കും. പക്ഷേ ശനിയെക്കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും പറയാനില്ല. ശനി മാർച്ചിൽ സ്ഥാനം മാറുന്നുണ്ടെങ്കിലും അഷ്ടമശനിയാണ്. എങ്കിലും വ്യാഴം അനുകൂലമായ കാരണം ശനിയുടെ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ, എല്ലാ കാര്യത്തിലും തടസ്സമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ ഭഗവാൻ കൂടെയുണ്ടെന്ന ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ 2025 മെയ്ക്ക് ശേഷമേ ഇത് അനുഭവത്തിൽ വരൂ. ഇത് വരുമ്പോൾ നമ്മൾ ശനിയുടെ ദോഷഫലം കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റും. അതിനായി നമ്മൾ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അഷ്ടമശനി ആയ കാരണം ആരോഗ്യത്തിന് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് ശിവന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നല്ലതാണ്. ശനീശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഹനുമാനെ ഭജിക്കുക. ഹനുമാൻ ഭക്തരെ ഒരിക്കലും ശനിദോഷം ബാധിക്കുകയില്ല. അതുകൊണ്ട് ഹനുമാനെ ഭജിക്കുകയാണെങ്കിൽ ശനിദോഷം പൂർണ്ണമായും വിട്ടകന്നു പോവുകയും വ്യാഴത്തിൻ്റെ നല്ല ഗുണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ മോശം അവസ്ഥ കരുതി പേടിക്കേണ്ട. കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളൊരു സമയമാണ് 2025 മെയ് തുടങ്ങി വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷമായിരിക്കുക, ഭഗവാനെ ഭജിക്കുക. ഭഗവത് ഭജനത്തോട് തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകാനായിട്ട് സഹായിക്കും. എങ്കിൽ തന്നെയും ഇപ്പോൾ വാടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനേക്കാൾ നല്ലൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ബെറ്ററായിട്ടുള്ളൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തേക്കാളും എന്തായാലും മെച്ചപ്പെട്ട സ്ഥിതിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഭഗവാനെ ഭജിക്കുക. ഈശ്വര ഭജനം എല്ലായ്പ്പോഴും ഗുണം ചെയ്യും. ഏത് ദശ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും കാര്യമില്ല, വ്യാഴം അനുകൂലമാണെന്ന് നിൽക്കുന്നതിനും കാര്യമില്ല. ഭഗവാനുള്ള വിശ്വാസവും ഭക്തിയും കൈവിടരുത്. കാരണം എത്ര നല്ല സമയത്തെയും മോശമായി ഭഗവാനിനെ നമ്മൾ സാന്നിധ്യമില്ലെങ്കിൽ ചിലപ്പോൾ വളരെ നല്ല സമയത്ത് പോലും നമുക്ക് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അതുപോലെ വളരെ കഷ്ടപ്പാടുള്ളപ്പോൾ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പാടെല്ലാം മാറിപ്പോകുന്നതായി നമുക്ക് തോന്നും. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നത് മുടക്കാതിരിക്കുക. നല്ല കാലമായാലും മോശം കാലമായാലും വ്യാഴത്തിൻ്റെ അനുകൂലമായാലും ദോഷമായാലും എല്ലായ്പ്പോഴും ഭഗവാനെ ഭജിക്കുക. ഭഗവാനാണ് പരമാശ്രയം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.